ശരി, അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു ആഘോഷത്തിൻ്റെ ഒരു ഫോട്ടോയൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, അതായത് ചാനലുകൾ ഒരുമിപ്പിച്ച ഒരു താരജോഡികളാണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം അതൊക്കെ ആ ഒരു ചാനലുകളിലൂടെയാണ് വളർന്നു വന്നത്. സോ ഒരു 21 വർഷമായി ഇപ്പോൾ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ എങ്ങനെ പോകുന്നു ഇത്രയും നാളത്തെ ഒരു ദാമ്പത്യ ജീവിതം? പിന്നെ 21 വർഷം കഴിഞ്ഞിട്ട് എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചാൽ ചക്കര പാല് തേനൊന്നും പറയാൻ പറ്റില്ല. പറ്റില്ല. അടി ഇടി ബഹളം ഞാൻ അങ്ങനെ തന്നെയാണ് എന്റെ പോസ്റ്റ് ഇട്ടത്. 21 years of ഡിഷും ആൻഡ് ബ്ലാ ബ്ലാ ബ്ലാ. അതെ ഈ ബ്ലാ ബ്ലാ എന്ന് ഉദ്ദേശിച്ച് ചേട്ടൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കലപില പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അടിപിടി അങ്ങനെ ഹാപ്പി തട്ടിയും മുട്ടിയൊക്കെ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ പോകുന്നു. ഈ അതായത് ഇൻഡസ്ട്രിയിൽ മൊത്തം ഇങ്ങനെ ഒരു, അതായത് ബോബൻ ചേട്ടൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് എടിപിടിയും നടക്കണം എന്നൊരു തീരുമാനമുള്ള അങ്ങനെ ഒരു നിർബന്ധം ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ കല്യാണം അതുപോലെ തന്നെയായിരുന്നു, എടിപിടിയും നടക്കണം. അതെ, അത് ഞാൻ പറയാം. ഇതുപോലെ ഞങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ജസ്റ്റ് ഇൻഡസ്ട്രിയിലേക്ക് വന്നേ ഉള്ളൂ, എനിക്കൊരു 5 വർഷം ഒന്ന് വർക്ക് ചെയ്യണമെന്നുള്ളൂ. അപ്പം ആശാന് അന്ന് 28 വയസ്സായ ചാരം. അപ്പൊ പറഞ്ഞു ഇല്ല, എനിക്ക് വീട്ടില് കല്യാണാലോചന നടക്കണമെന്ന് പറഞ്ഞു. 5 വർഷം അപ്പൊ ഞാൻ പിന്നെ ഒരു 3 കൊല്ലം അങ്ങനെ സംസാരിച്ച് ആ സംസാരിച്ചതിന്റെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീട്ടിൽ ഒരാഴ്ച ഞാൻ നോക്കുമ്പോ ഇൻഡസ്ട്രിയിൽ വന്നതേ ഉള്ളൂ. ഇനിയും അങ്ങോട്ടും വർക്കുകൾ പോകും, നമ്മളെക്കാൾ നല്ല അസോസിയേറ്റുമാരുണ്ടാവും. ഞാനും കൈവിട്ട് പോകണ്ടല്ലോ എന്ന് കരുതി കൈയോടെ ട്രാപ്പ് ചെയ്തു. ആൻഡ് രശ്മി ചേച്ചിയുടെ ഫാമിലിയിൽ എന്തായിരുന്നു പറഞ്ഞത്? അതായത് ചെറിയൊരു പ്രായത്തിൽ കല്യാണം വേണ്ട, ഇപ്പൊ ഇത് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും എന്നാലും പറയുള്ളൂ, ജസ്റ്റ് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. 20 പറയുന്നത് ചെറിയൊരു പ്രായമാണ്. അപ്പൊ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതിയല്ലോ. പിന്നെ ഈ ഇൻഡസ്ട്രിയെ കുറിച്ചൊരു ധാരണയില്ല, കാരണം അന്ന് ഡയറക്ടറും അല്ല അസോസിയേറ്റ്. പിന്നെ രണ്ടുപേരും 2 മതത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന ഇഷ്യൂസ് ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു. പിന്നെ കുറെ സംസാരിച്ചു കഴിഞ്ഞു, അച്ഛനെ പറ്റി അന്വേഷിച്ചപ്പോ അന്ന് ആരും ഒരു കുറ്റവും പറഞ്ഞു കൊടുത്തില്ല, ഒരു കുറ്റവും പറഞ്ഞില്ല, എല്ലാം ബ്ലോക്ക് ചെയ്തു. അങ്ങനെയുള്ള ആൾക്കാരോടാ ചോദിച്ചത്. ആൻഡ് കല്യാണം കഴിഞ്ഞു നിങ്ങൾ, ഇതായത് കുഞ്ഞൊക്കെ ഉണ്ടായതിനു ശേഷം പിന്നെ ചേച്ചി ഒരു വലിയ ബ്രേക്ക് എടുത്ത് കാണൂല. പിന്നെ ചേട്ടൻ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിട്ട് വരുന്നത്? ആക്ച്വലി ഞാൻ ആദ്യം സിനിമയിലായിരുന്നു അസിസ്റ്റ് ചെയ്തോണ്ടിരുന്നത്. അത് കഴിഞ്ഞാണ് ഞാൻ സീരിയലിലേക്ക് വന്നത്. സീരിയലിലേക്ക് വന്നു, പിന്നെ കല്യാണം കഴിഞ്ഞു. പിന്നെ സിനിമയിലേക്ക് പോകാനുള്ള ഒരു ധൈര്യം വരുന്നില്ല, കാരണം ഞാൻ ഇവിടെ ഇൻകം കറക്റ്റ് കിട്ടുന്നുണ്ട്. അന്ന് അവിടെ അങ്ങനെ വലിയ അസോസിയേഷൻ ഒന്നും അത്ര ഇതില്ല. ചില പടങ്ങളിലൊക്കെ വർക്ക് ചെയ്യാൻ പോയാൽ പൈസ കിട്ടിയാലായി, വണ്ടിക്കൂലി മാത്രം തന്നിട്ട് പോകുന്ന അങ്ങനെ അവസ്ഥ വരുമ്പോ പിന്നെ നമുക്കൊരു ലൈഫ് മുന്നോട്ട് പോകാൻ. അങ്ങനെ ഞാൻ സീരിയലിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പൊ ആ ടൈമിൽ ഈ കെ രാജീവ് അടുപ്പിച്ച് ഹിറ്റ് സീരിയൽസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, വേനൽമഴ, സ്വപ്നം, ഓർമ്മ. അപ്പൊ അങ്ങനെയെല്ലാം നമ്മൾ അതിന്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് സിനിമ പിന്നെ അങ്ങനെ കുറച്ച് അങ്ങ് മുന്നോട്ട് പോയി ഞാൻ പിന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് 2 സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ അൽഫോൺസാമ എന്ന് പറയുന്ന സീരിയല്, ആ ടൈമിലാണ് ഈ പറയുന്ന പോലെ ഒരു ദിവസം എറണാകുളത്ത് വൈറ്റ് ഫോർട്ടിൽ വെച്ചിട്ട് ജയസൂര്യയുടെ വൈഫിനെ ഞാൻ കാണുന്നു. അപ്പൊ അങ്ങനെ ആ സമയത്ത് ഈ അൽഫോൺസാമ ജയസൂര്യയുടെ വീട്ടിലെല്ലാരും കാണുകയൊക്കെ ചെയ്തു. അപ്പൊ ജയൻ ഇങ്ങനെ റിസപ്ഷനിലുണ്ടായിരുന്നു, ഇങ്ങനെ കണ്ടു, നമ്മളേതും വെച്ച് സിനിമ ചെയ്യുന്നില്ലെന്ന് ചോദിച്ചു. കിട്ടിയ പാട് പിന്നെ ആ ഒരു ജയനുമായിട്ട് പിന്നെ ആ ഒരു ബന്ധം കിട്ടിയത്. പിന്നെ 2-3 പടം നമ്മള് ജനപ്രിയ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അത് അദ്ദേഹത്തിന് ഒരു നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു. അതുപോലെ ചേട്ടനെ, അതായത് ഇപ്പോഴും ട്രോളുകളിൽ ചില സീനുകളിലൊക്കെ, പഴയ സിനിമയുടെ സീനുകളിലൊക്കെ അവിടെ തൂണിച്ചാരി നിൽക്കുന്നു, പഴം കഴിക്കുന്ന ആളൊക്കെ ആയിട്ട് കണ്ടു. ഈ അഭിനയമോഹം അന്ന് മുതലുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി അഭിനയിക്കാനായിട്ടായിരുന്നു ആദ്യം വന്നത്. പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ തിരിച്ചറിവിന്റെ ഉണ്ടാവുന്നത് നല്ലതാണല്ലോ.